നിയത്താണ് മുന്നേ. ഇന്നമല്ലാമാലു ബിന്നിയ ലികുല്ലി ഇംറിഇൻ മാ നവ. നിസ്കാരായാലും ഓത്തായാലും ബൈത്തായാലും ഹജ്ജായാലും ഉംറയായാലും എല്ലാം തന്നെ അവിടെ ഇഖ്ലാസ് അല്ലാഹ് നോക്കുന്നു, റബ്ബ് അവിടെ നോക്കുന്നു കൽബിലേക്ക്. അത് ക്ലിയർ ആണെങ്കിൽ മാത്രമേ അല്ലാഹ് സ്വീകരിക്കുകയുള്ളൂ. എന്നാൽ ഞങ്ങളെ ഇഖ്ലാസ് നോക്കാതെ നിരുപാധികം ഒരു ഉപാധിയില്ലാതെ ഒരു കണ്ടീഷൻ ഇല്ലാതെ അല്ലാഹ് സ്വീകരിക്കുന്ന ഒരേ ഒരു അമല സ്വലാത്തു റസൂലുള്ളാഹ്, ഹബീബരായ റസൂലുള്ളാഹി തങ്ങളെ മേലെയുള്ള സലാത്താണ്. അതിന് പ്രത്യേകമായ കണ്ടീഷൻ ഇല്ല. ഏതുവരെ അറിയോ? മഹാന്മാരായ ചില ഇമാമിങ്ങൾ പറഞ്ഞത് അത് വിശ്വാസിയല്ലാത്ത മനുഷ്യന്റെ ബായിൽ നിന്നിട്ട് വന്നെങ്കിൽ പോലും അയാൾക്കും അല്ലാഹ് കൂലി കൊടുക്കും. ചിലപ്പോ ദുനിയാവില് ചിലപ്പോ ആഖിറത്തില്. നിങ്ങൾക്ക് തിരിയുന്നല്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുന്നല്ലേ? നിങ്ങളോട് തലലാട്ടി നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലേ? അതായത് ഈമാനാണല്ലോ വലുത്. അത് ഉള്ളവനിൽ നിന്നിട്ടാണ് എല്ലാം അല്ലാഹ് സ്വീകരിക്കുന്നത്, അല്ലേ? എന്നാൽ ചില ഇമാമിങ്ങൾ പറഞ്ഞെന്തറിയോ? ഈമാൻ ഇല്ലാത്തവനിൽ നിന്ന് പോലും വിശ്വാസിയല്ലാത്തവനിൽ നിന്ന് പോലും അള്ളാഹു സ്വീകരിക്കുന്ന ഒരു കർമ്മം ഉണ്ടെങ്കിൽ അത് നബിതങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കും, സലാത്ത് പോലെ. അതാണ് അബൂലഹബിന് അള്ളാഹു സ്വർഗത്തിൻ്റെ നരകത്തിലായിട്ട് പോലും സ്വർഗത്തിൻ്റെ വെള്ളം അള്ളാഹു എല്ലാ തിങ്കളാഴ്ചയും കുടിപ്പിക്കുന്നതെന്ന് ബുഖാരിൻ്റെ ഹദീസിലുണ്ട്. ഇബ്നു അബ്ബാസ് തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. അയാൾ മുസ്ലിമേ അല്ല, എന്നിട്ട് പോലും എന്തുകൊണ്ട്? അത് നബിതങ്ങളുമായി ബന്ധപ്പെട്ട സംഗതി ആയതുകൊണ്ട് അള്ളാഹു അങ്ങനെ അതിനൊരു ഓഫർ കൊടുത്ത്. അതുകൊണ്ടാണ് മഹാന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞ് ഫർള ഇബാദത്തും സുന്നത്തെല്ലാം കുറഞ്ഞോറ്. ഫർളല്ല, ഫർള് കുറയാൻ കഴിയല്ല. ഫർള് അങ്ങനെ കുറയുന്ന ഫർള് കുറഞ്ഞോ സലാത്തിലിട്ട് എന്ത് കാര്യം? നിസ്കരിക്കാത്തവൻ സലാത്തിലിട്ട് കാര്യം എന്ത്? നിസ്കരിക്കാത്തവൻ വയല് പറഞ്ഞിട്ട് കാര്യം എന്ത്? നിസ്കരിക്കാത്തവൻ വയല് കേട്ടിട്ട് കാര്യം എന്ത്? ഫർളിന്റെ വിഷയമല്ല. ഈ സുന്നത്തായ അമലുകളും ഇബാദത്തുകളെല്ലാം കുറഞ്ഞോറില്ലേ, അവർ നല്ലോണം വർദ്ധിപ്പിക്കേണ്ട അമല് സലാത്താണ്. സലാത്ത് ധാരാളം അവർ പറയണോ, സലാത്ത് ധാരാളം വർദ്ധിപ്പിക്കണോ. അല്ലാഹു തള്ളാത്ത, തള്ളിക്കളയാത്ത, തട്ടിക്കളയാത്ത ഒരേ ഒരു അമലാണ് സ്വലാത്തു റസൂലുള്ളാഹ്. അതുകൊണ്ടാണ് മഹാന്മാർ എഴുതി വെച്ചത് മന്നറഅദല്ലാഹു ബിഅബ്ദി ഖൈറൻ. ഏതെങ്കിലും ഒരു അടിമയെ കുറിച്ച്, ആണാവട്ടെ പെണ്ണാവട്ടെ, മലയാളിയാവട്ടെ മറാഠിയാവട്ടെ, ആര് തന്നെയായാലും ഒരടിമക്ക് അല്ലാഹു തആല ഖൈറ് കണക്കാക്കിനെങ്കിൽ, നല്ലത് കണക്കാക്കിനെങ്കിൽ യസ്സറ ലിസാനഹു ബിസ്സലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അയാൾക്ക് അല്ലാഹു തആല സലാത്ത് ചൊല്ലാനുള്ള അവസരം കൊടുക്കും. നബി തങ്ങളെ മേലെ സലാത്ത് ചൊല്ലാനുള്ള മാവ്, സലാത്ത് ചൊല്ലാനുള്ള ഭാഗ്യം, സലാത്ത് ചൊല്ലാനുള്ള അവസരം ഇടക്കിടക്ക് അയാളെ വായിന്ന് എപ്പോഴും സലാത്ത് വരുന്ന ഒരവസ്ഥ ആർക്കെങ്കിലും അല്ലാഹു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, അയാൾ അല്ലാഹു ഭാഗ്യം ചെയ്ത മനുഷ്യനാണ്. അയാൾക്ക് വലിയ ഖൈറിന്റെ വാതിൽ അല്ലാഹു തുറന്നു കൊടുക്കുന്ന മനുഷ്യനാണ്. അയാൾക്ക് വലിയ നന്മയുണ്ട്, അയാൾക്ക് ഒരുപാട് ഗുണങ്ങളല്ല കണക്ക് കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അയാളെ ബായിൽ സലാത്ത് വരുന്നത്. ഏതെങ്കിലും ഒരു അടിമക്ക് അല്ലാഹു ശർറ് കണക്കാക്കിനെങ്കിൽ, ഏതെങ്കിലും ഒരു അടിമക്ക് അല്ലാഹു തആല ശർറ് വിധിച്ചിനെങ്കിൽ ഹബസ ലിസാനഹു അനിസ്സലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അയാൾക്ക് സലാത്ത് ചൊല്ലാൻ നാവും അറിയാല, സലാത്ത് ചൊല്ലാനുള്ള യോഗം ഉണ്ടാവേല, അയാളെ ബായിൽ സലാത്ത് ഉണ്ടാവേല. ഹബീബരായ നബി തങ്ങളെ മേലെ സലാത്ത് ചൊല്ലുന്ന അയാൾ വലിയ പിശുക്കത്തരം കാട്ടിക്കോ, വലിയ ബഖീൽ തരം കാണിക്കോ. അപ്പൊ റസൂലുള്ളാഹിന്റെ പേര് കേട്ടിട്ടും മറ്റും സലാത്ത് ചൊല്ലാത്ത ഒരാളാണെങ്കിൽ ഉറപ്പിച്ചോ, അയാൾക്ക് അല്ലാഹു തആല ശർറാണ് വിധിച്ചത് എന്ന്. അയാളെ ജീവിതത്തിൽ ഖൈറില്ല, അയാൾക്ക് അല്ലാഹു തആല ഒരു ഗുണവും ചെയ്യില്ല. കാരണം അയാൾക്ക് സലാത്ത് ചൊല്ലാൻ നാവും അറിയുന്നില്ല. കേട്ടിട്ടില്ലേ മഹാനരായ ഖല്ലാദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു? ഇമാം ഇബ്നു ഹജർ തങ്ങൾ ദുറുൽ മൻദൂദിലൊക്കെ ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ഖല്ലാദ് ഇബ്നു കസീർ വലിയ മഹാനാണ്. അയാൾ മരിക്കാൻ കിടന്ന സമയ സക്കറാത്തിന്റെ ഹാല്. ആളാരി
എനക്ക് ഈ വിഷയത്തിൽ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആള്. എനക്ക് നിങ്ങൾ എൻ്റെ കൂടെ തന്നെ പോകണോ, എനക്കൊരു കുറച്ച് വയൽ പറയാൻ ടൈം കിട്ടണോ, ആ ചെല്ലിയതെല്ലാം നിങ്ങൾക്ക് തിരിയണോ എന്നങ്ങനല്ലേ ഈ വെച്ചിട്ടൊരു കൊണോ. ഞാൻ ഈ തൊണ്ട കീറിയിട്ടും നിങ്ങൾ ഈ കഷ്ടപ്പെട്ടിട്ട് ഇരുന്നിട്ടും ഇതല്ലേ ഇപ്പം നിങ്ങൾ പണിയില്ലാണ്ട് വന്നതിനെന്തും അല്ലല്ലേ. നല്ല പണി എല്ലാവർക്കും ഉണ്ട്. പലരും രോഗികളാണ്, മരുന്ന് കുടിക്കുന്ന വയസ്സന്മാർ വരെയുണ്ട്. എന്നിട്ട് പോലും അതെല്ലാം മാറ്റി വെച്ചിട്ട് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഇരിക്കുന്നെന്തേ? അള്ളാൻ്റെ ദീനല്ലേ, അള്ളാൻ്റെ ദിക്റല്ലേ, ഇൽമിൻ്റെ മജ്ലിസല്ലേ, അള്ള പൊരുത്തപ്പെടുന്ന സംഗതിയല്ലേ എന്നാ നീയത്തിലല്ലേ. അപ്പം അതുകൊണ്ട് എനക്കും വലിയ നിർബന്ധമുണ്ട്. അത് നിങ്ങൾക്ക് തിരിയണോ, മനസ്സിലാണോ? അപ്പം നിങ്ങൾ എൻ്റെ കൂടെ തന്നെ പോകണോ. മഹാനായ ഖല്ലാദ് ഇബ്നു കസീർ വലിയ മഹാനാണ്, വലിയ പണ്ഡിതനാണ്, അള്ളാന്റെ ലോകം കണ്ട ഏറ്റവും വലിയ മഹാനാണ്. ആ മഹാനർ ഈ ലോകത്തിൽ നിന്ന് പിരിയാൻ വേണ്ടി പോകുന്ന നേരം സക്കറാത്തിന്റെ ഹാല്, മരണവപ്രാളത്തിലാണ്. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് അയാളെ പരിസരത്ത് ആബാല വൃദ്ധജനങ്ങൾ കൂടുന്നു. കൂട്ടുകാർ, കുടുംബക്കാർ, ബന്ധുക്കൾ, വേണ്ടപ്പെട്ടവരെല്ലാവരും, നാട്ടുകാരെല്ലാവരും ആ വലിയ മഹാനുഭാവന്റെ ഹദറത്തിലെത്തി. പലരും അതാ വെള്ളം കൊടുക്കുകയാണ്, ഷഹാദത്തിന്റെ കലിമ ചൊല്ലി കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് മഹാനരുടെ തലന്റെ അടിയിൽ ഒരു കടലാസ് എവിടുന്നോ പാറി വന്ന് വീണോ. ആ കടലാസ് തന്നെ ഒരു വെറൈറ്റി കടലാസാണ്. അത് ദുനിയാവിലുള്ള കടലാസല്ല, ദുനിയാവിന്റെ ഏതോ ഫാക്ടറിയിൽ ഉണ്ടാക്കപ്പെട്ട കടലാസല്ല, ദുനിയാവിൽ വന്ന് ആരോ കൊണ്ടുവന്നിട്ടിട്ട കടലാസല്ല. കടലാസ് കാണുമ്പോഴേ മനസ്സിലാകുന്നുണ്ട് അതൊരു പുതുമയാർന്ന കടലാസാണ്. മഹാനരുടെ തലന്റെ അടിയിൽ വന്നിട്ട് ആ കടലാസ് വീണപ്പോ അവിടെ കൂടിയവർ ആ കടലാസ് ഒന്ന് എടുത്തു മറിച്ചു നോക്കിയ നേരം സുബ്ഹാനല്ലാഹ്, ആ കടലാസിൽ എന്തറിയുമോ എഴുതിയിട്ടുള്ള? ഹാദിഹി ബറാഅത്തും മിനന്നാരി ലി ഖല്ലാദ് ഇബ്നു കസീർ. ഇത് ഖല്ലാദ് ഇബ്നു കസീറിനുള്ള നരകമോചന പത്രമാണ്. നരകത്തിൽ നിന്നിട്ട് അയാൾ മോചിപ്പിക്കപ്പെട്ടു എന്നതിന്റെ സാക്ഷിപത്രമാണ് ഈ കടലാസ്. മിന്നിന്തില്ലോ അല്ലാഹുവിന്റെ അടുക്കൽ നിന്നിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഴുത്തവിടെ കിട്ടിയ നേരം സുബ്ഹാനല്ലാഹ്, ആ കടലാസ് കണ്ടു. കുറച്ചു കഴിഞ്ഞു അയാൾ മരണപ്പെട്ടോ. ഫസഅലൂഹു അഹ്ലഹു. അവിടെ കൂടിയ ജനങ്ങള് ആ മനുഷ്യന്റെ കുടുംബക്കാരോട് കേട്ട്, എന്താണ് അങ്ങനെയുള്ളൊരു കടലാസ് അവിടെ വന്ന് വീഴാനുള്ള കാരണോ? നരകമോചനത്തിന്റെ സാക്ഷിപത്രം അയാൾക്ക് കിട്ടാനുള്ള കാരണോ? എന്താമലാണ് അയാൾ ചെയ്തത്? നിസ്കാരമാണോ? അങ്ങനെയാണെങ്കിൽ നിസ്കരിക്കുന്ന പലരും ഞങ്ങളുടെ ഇടയിലില്ല. ഇന്ന് നിസ്കരിക്കുന്ന കുറെ ആള് മരിച്ചു പോയിട്ടില്ലേ? അവിടെ കടലാസ് കിട്ടിയിട്ട. നോമ്പാണോ? നോമ്പുകാര് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ട് മരിച്ചു പോയിട്ടില്ലേ? അവർക്ക് അങ്ങനെയുള്ള കടലാസ് കിട്ടിയിട്ടില്ല. ഇയാൾക്ക് മാത്രം എന്തേ അത്? ഫസഅലൂഹു അഹ്ലഹു മാ കാന അമലുഹു. അയാൾ അമൽ എന്താണ്, അയാൾ പ്രത്യേകമായിട്ട് ചെയ്ത കാര്യം എന്താണെന്ന് ആ വന്നവർ കൂടിയവർ ആ കുടുംബക്കാരോട് കേട്ടപ്പോ ആ കുടുംബക്കാർ പറഞ്ഞ സംഗതി എന്തറിയോ? അയാൾ അങ്ങനെ ഏറെ എന്തു ചെയ്യുന്നതായിട്ട് നിങ്ങൾക്കറിയില്ല. ഞങ്ങളെപ്പോലെ തന്നെ ഫർള്, ഞങ്ങളത്ര തന്നെ സുന്നത്ത്, ഞങ്ങളത്ര തന്നെ ഓത്തും ബൈത്ത്, ഞങ്ങളത്ര തന്നെ ദിക്ർ ദുആ, ഏറെന്തുമില്ല. എന്നാലും ഒരു കാര്യത്തിൽ അയാൾ ഞങ്ങളെക്കാളും ഏറെ ചെയ്യുന്നുണ്ട്. എന്തറിയുമോ? അയാൾ എല്ലാ ദിവസവും കാന യുസല്ലി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുല്ല യൗമിൽ ജുമുഅ അൽഫ മറ. ഓരോ വെള്ളിയാഴ്ചയും അയാൾ സ്പെഷ്യലായിട്ട് 1000 സലാത്ത് ചൊല്ലലുണ്ട്. 1000 എല്ലാവരും ചൊല്ലുന്നുണ്ട്. അവിടെ ചിലപ്പോൾ നമ്മളെ ഇടയിൽ ചെല്ലുന്നവരുണ്ടാവും. അയാൾ സ്പെഷ്യലായിട്ടൊരു സലാത്ത് ചെല്ലുന്നുണ്ട്. ഏതറിയുമോ ആ സലാത്ത്? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി. സിമ്പിൾ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി. ഈ സലാത്ത് അയാൾ എല്ലാ വെള്ളിയാഴ്ചയും 1000 തവണ ചൊല്ലുന്നുണ്ട്. ഹബീബരായ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള ആ സലാത്ത് അയാൾ പ്രത്യേകം പതിവാക്കിയത് കൊണ്ട് അയാൾക്ക് നരകമോചനത്തിനുള്ള സാക്ഷ്യപത്രം ലഭിച്ചു. അതിന്റെ കാരണം സലാത്താണ്. അതുകൊണ്ട് ആ മഹാന്മാർ പറഞ്ഞ സലാത്ത് എന്നത് ഒരു വെറൈറ്റി അമലാണ്. സലാത്ത് പോലത്തെ ഒരു അമലില്ലേ, ഒരു നല്ല കാര്യം ലോകത്ത് വേറെ ഏതും കിട്ടാല. നിസ്കാരം അങ്ങനെ ഒരു വെറൈറ്റി ഒന്നുമല്ല, എല്ലാവരും നിസ്കരിക്കുന്നില്ലേ. പക്ഷേ ഞാനും നിസ്കരിക്കുന്നു എന്നുള്ള പറഞ്ഞിനാ നിങ്ങളുടെ കൂടെ ഉണ്ടല്ലേ ഇല്ലേ? നിങ്ങൾ നിസ്കരിക്കണോ എന്നുള്ള പറഞ്ഞു, ഞാനും നിസ്കരിക്കുന്നു എന്നുള്ള പറഞ്ഞാ ഇല്ല. നിങ്ങൾ നോമ്പ് നോക്കണോ? യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാം. നിങ്ങൾ നോമ്പ് നോക്കണോ എന്നുള്ള പറഞ്ഞു, ഞാനും നോമ്പ് നോക്കുന്നു എന്നുള്ള പറഞ്ഞില്ല. നിങ്ങൾ ഹജ്ജ് ചെയ്യണോ എന്നുള്ള പറഞ്ഞു, ഞാനും ഹജ്ജ് ചെയ്യുന്നു എന്നുള്ള പറഞ്ഞില്ല. നിങ്ങൾ സക്കാത്ത് കൊടുക്കണോ, ആപതുള്ളവർ മുതലുള്ളവർ കണക്കനുസരിച്ച് കൊടുക്കണോ എന്നുള്ള പറഞ്ഞു. പക്ഷേ ഞാനും സക്കാത്ത് കൊടുക്കുന്നു എന്നുള്ള പറഞ്ഞിട്ടില്ല. അതേ സമയത്ത് നിങ്ങൾ സ്വലാത്ത് ചൊല്ലണോ എന്നുള്ള ഈ ലോകത്തോട് പറയുമ്പോ, ഈ സമുദായത്തോട് പറയുമ്പോ, ഈ മുഅ്മിനീങ്ങളോടല്ല നിർബന്ധമായിട്ട് കളിപ്പിക്കുമ്പോ അതിന്റെ മിന്നല്ല പറഞ്ഞെന്തറിയാ, ഞാൻ സലാത്ത് ചൊല്ലുന്നുണ്ട്. ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി. അല്ലാഹും അവന്റെ മലായികത്തീങ്ങളും മുസ്തഫ നബി തങ്ങളെ മേലെ സലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, ആണുങ്ങളെ, പെണ്ണുങ്ങളെ, ഹബീബരായ റസൂലുള്ളാഹിന്റെ മേലെ നിങ്ങൾ സലാത്ത് ചൊല്ലണോ. കാരണം ഞാൻ സലാത്ത് ചൊല്ലുന്നുണ്ട്. അല്ല എടുക്കുന്ന ഒരു പണി, ഉടയവനായ ഉടമയായ റബ്ബെടുക്കുന്ന ഒരു പണി, അവന്റെ അടിമകളായ മനുഷ്യന്മാരും കൂടെ എടുക്കുന്നെങ്കിൽ അത് സലാത്ത് മാത്രം. അല്ല ചെയ്യുന്നൊരു പണിയിൽ മനുഷ്യന്മാരും പാർട്ട്ണറാണെങ്കിൽ, ഷെയറാണെങ്കിൽ അത് സലാത്തിൽ മാത്രം. അപ്പൊ സലാത്തുൽ അത്ഭുതം തന്നെയല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല വേറെ ഏത് കാര്യം നിങ്ങൾ നോക്കി, തുടങ്ങിയതിനൊരു ഡേറ്റ് ഉണ്ട്, സ്റ്റാർട്ടിങ് ഡേറ്റ്. അവസാനിക്കുന്നതിനും ഒരു ഡേറ്റ് ഉണ്ട്, എൻഡിങ് ഡേറ്റ്. സലാത്തിന് അതില്ല. നിസ്കാരം തുടങ്ങിയ ഡേറ്റ് ഉണ്ട്. ആദം നബി അലൈഹി സ്വലാം മുതൽ തുടങ്ങി തന്നെ വെച്ചോ, എന്നാൽ തുടങ്ങിയ അപ്പന്നല്ലേ. എന്നാലും പണ്ടുള്ളവർക്ക് അങ്ങനെ നിസ്കാരം ഉണ്ടായിട്ടാ. ഇനി എനിക്ക് തിരിയാൻ വേണ്ടി പറയുന്ന അന്ന് തുടങ്ങിയതിന് ഡേറ്റ് ഉണ്ട്. ഇനി നിസ്കാരം ഏതുവരെ ഉണ്ട്? ഈ ലോകം തീരോടത്തോളം ഉണ്ട്, അത്ര. അതിന്റെ പിന്നെ ഇല്ല. നോമ്പും അങ്ങനെ തുടങ്ങിയതിന് ഡേറ്റ് ഉണ്ട്, തീരോടത്തോളം ഉണ്ടാവും. ഹജ്ജിനും ഡേറ്റ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് ആ കഅബ പൊളിക്കുന്നിടത്തോളം ഹജ്ജും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. സലാത്തോ അതിന് തുടങ്ങിയതിന് ഡേറ്റ് ഇല്ല. കാരണം അത് അല്ലാഹു ചൊല്ലുന്നതാണ്. അല്ലാഹുക്ക് തുടക്കമില്ല. ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി. അല്ലാഹുക്ക് തുടക്കമില്ല. തുടക്കം ഡേറ്റ് കാട്ടാൻ പറ്റാത്തവരെ ഒരു സംഗതി, അത് മുസ്തഫായ റസൂലുള്ളാഹിന്റെ മേലെയുള്ള സലാത്താണ്. അതിന് അവസാനമുണ്ടോ? ഇല്ല. കാരണം അല്ലാഹുക്ക് അവസാനമില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹ് എപ്പോഴും ചൊല്ലുന്നൊരു കാര്യമാണ് സലാത്ത്. അപ്പൊ സലാത്തിന് ഒരു അവസാന ഡേറ്റ് ഇല്ല. നിസ്കാരം തീരുന്നത് പോലെ, നോമ്പ് തീരുന്നത് പോലെ, ഞങ്ങളെ വാലും കാര്യങ്ങളും കർമ്മങ്ങളും അവസാനിക്കുന്നത് പോലെ സലാത്ത് അവസാനിക്കുന്ന വിഷയമേ ഇല്ല. അതുകൊണ്ട് തന്നെ മഹാന്മാർ പറഞ്ഞു, ഞാനും നിങ്ങളും ധാരാളം വർദ്ധിപ്പിക്കേണ്ട ഒന്നാണ് സ്വലാത്തു റസൂലില്ലാഹ്. ഞാൻ ഈ വിഷയമല്ല ഉദ്ദേശിച്ചേ. നിങ്ങളെ ബായിന്ന് സൗണ്ട് കേൾക്കാത്തപ്പോ എനക്കിത് ചെല്ലേണ്ടി വന്നു. സലാത്തിന്റെ കൂറ്റി കേട്ടിട്ടില്ല, ആമീൻ ചെല്ലുന്നത് കേൾക്കുന്നില്ല. അല്ല ഉസ്താദെ, ഞങ്ങൾ മെല്ലെ ചെല്ലും. എന്താ മെല്ലെ ചെല്ലുന്നത്? നാളെ 4:30 മണിക്ക് നിങ്ങളെ സൗണ്ട് അങ്ങനെ ഇരിക്കും. മൻസൂർ ഉസ്താദ്, നാളെ അസർക്ക് 4:30 മണിക്ക് നിങ്ങളെ സൗണ്ടും കൂറ്റി എത്ര വെച്ചിരിക്കും? പിന്നെ ഊടമാസാല സലാത്തിനും ആമീനും മാത്രം എന്താ മെല്ലാന്ന്? ഞങ്ങൾ മെല്ലെ ചെല്ലും. നാളെ 4 മണിക്ക്, 4 മണിക്ക്, 3 മണിക്ക് വേണ്ട. 3 മണി അതിന് നാളെ 10 മണിയായിട്ടില്ല. നിങ്ങൾ പിടിച്ചും കിട്ടുവാ? നിങ്ങൾക്ക് ചുക്കിന്റെ കസായം ഈ സിന്റക്സ് ടാങ്കിലെ കുടിപ്പിക്കണ്ടേ? അവർക്ക് തിരിഞ്ഞിട്ടില്ലേ? നാളെ എണ്ണുന്ന
നോട്ടല്ല, ഓട്ട്. ഓരോരുത്തന്റെ സൗണ്ടും കൂറ്റ് നാളെ എങ്ങനെ ഉണ്ടോ? പിന്നെ ഊടെന്താ മെല്ലായേ, സലാത്തിനെന്താ മെല്ലെ? അതിന്റെ അർത്ഥം തൊണ്ട കീറണമെന്നല്ല, എന്നാലും സലാത്ത് ചൊല്ലുമ്പോ ഒരു സൗണ്ട് വരണോ, ആമീൻ ചൊല്ലുമ്പോ കൽബറിഞ്ഞിട്ട് ചൊല്ലണോ. ആകെ ഒരു പ്രതീക്ഷ, ഒരു ധൈര്യം, ഒരു ദുആ, ആമീൻ, അതന്നെ ഉള്ളൂ. അല്ലാണ്ട് ഞങ്ങൾ എന്ത് കണ്ടിട്ടല്ല നേരാക്കണ്ടിയേ? ഞങ്ങൾ ഈ ഭാഗത്ത് കണ്ടിട്ട്, ഞങ്ങളെ നിസ്കാരം കണ്ടിട്ട്, ഞങ്ങളെ ജമാഅത്ത് കണ്ടിട്ട്, ഞങ്ങൾക്ക് നിസ്കരിച്ചിനെ കുറച്ചാൾ നിസ്കരിച്ചിനതാ, നിസ്കരിച്ചിട്ട് 4 സ്റ്റെപ്പ് കിഞ്ചിട്ട് അപ്പുറത്ത് തന്നെ തുടങ്ങി എണ്ണോനി. ഇയാളെന്താ വരാത്ത അവിടെ എത്തുമ്പോൾ അത് പോയി. ഉള്ളിൽ നിസ്കരിച്ച നിസ്കാരം പുറത്തൊക്കെ എത്തുമ്പോൾ empty ആയിന്, കാലിയായിന്. പിന്നെ നോമ്പ് ചെല്ലേ വേണ്ട, പട്ടിണി കിടന്നു അല്ലാണ്ട് 5 പൈസന്റെ ഗുണമില്ല. എല്ലാവരും അല്ല. പിന്നെ ഞമ്മ ബാക്കിയായത് എന്തേ? നമ്മൾ അള്ളാഹു സ്വർഗത്തിലേക്ക് കടത്തുന്നെങ്കിൽ എന്തുകൊണ്ട്? ആ ഒരു ഹാമീന്റെ കാരണം കൊണ്ട് മാത്രമായിരിക്കും. വേറെ ഞങ്ങൾ അമലൊന്നുമില്ല. പടച്ചറബവന്റെ ഔദാര്യം കൊണ്ട്, അവന്റെ വലിയ കൃപ കൊണ്ട്, അവന്റെ സ്വാലിഹീങ്ങളിൽ അല്ലാഹു ഞങ്ങളെ പെടുത്തട്ടെ. ഞങ്ങളെ കൽബല്ല നന്നാക്കട്ടെ. ആമീൻ ചൊല്ല്. ഞങ്ങളെ അമലല്ല നന്നാക്കട്ടെ. ഞങ്ങളെ ഇൽമല്ല നന്നാക്കട്ടെ. ഞങ്ങളെ മക്കളല്ല നന്നാക്കട്ടെ. ഞങ്ങളെ ദുനിയാവും ആഖിറവും അല്ല സലാമത്താക്കട്ടെ. നാളെ പരലോകത്തെത്തിയെങ്കിൽ ചില ആൾക്കാരുടെ എന്റെയും നിങ്ങളുടെയും നന്മ തിന്മകളല്ല തൂക്കും. അങ്ങനെ തൂക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ചില ആൾക്കാരുടെ നന്മകളുടെയും തിന്മയുടെയും തുലാസ് ഈക്വലാവും, ഒരുപോലാവും. ചില ആൾക്കാരത് നന്മ തൂങ്ങും, അത് വിടാം, നമുക്ക് ചർച്ചയില്ല, ഒന്നര പോന്നല്ലേ, സലാമത്തായല്ലേ. ചില ആൾക്കാരത് നന്മയും തിന്മയും ഒരുപോലെ, ആ തുലാസ് താതക്കുല്ല മിത്തക്കുല്ല, 50-50. അതങ്ങനെ ഉസ്താങ്ങണേ. എന്താ അങ്ങനെ വേണ്ട? ആള് ഡബിളാജി പണി പട്ടി കൊടുക്കുന്നു. അപ്പൊ പിന്നെ ഈ കൊലയില്ലേ? ഡബിൾ ആജിന്റെ ഒരു ഭാഗത്ത്, പട്ടി കൊടുത്തത് ഒരു ഭാഗത്ത്, സെയിം. പിന്നെ ഈ കൊലല്ലാന്ന് പിന്നെ കുന്തേ ഇല്ലേ? അങ്ങത്തോറ് ഇല്ലേ? താടിയും നിസ്കാരം എല്ലാം കണ്ടെങ്കിലേ ഇല്ലേ? അള്ളാഹു ഞങ്ങളെ കാക്കട്ടെ. ഞങ്ങളെ സമ്പത്തിനെയും അള്ളാഹു കാക്കട്ടെ. ഞങ്ങളെ സമ്പത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ ചൊല്ല്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരുപാട് ആൾക്കാരെ കടമുണ്ട് എന്ന് പറഞ്ഞു ദ്വാരക്കാൻ പറഞ്ഞതിന് ഉമ്മിനീങ്ങൾ കൂടിയ മുബാറക്കായ മജ്ലിസ് റഹ്മാനായ റബ്ബേ, കൊടുക്കാനുള്ള കടങ്ങൾക്കും കിട്ടാനുള്ള കടങ്ങൾക്കും നീ ഹലാലായ വഴിയും വാതിലും മനസ്സും മാർഗവും എളുപ്പത്തിലാക്കി താ അല്ലാ. എളുപ്പത്തിൽ തുറന്നു കൊടുക്കല്ലോ. ഞാൻ ദ്വാരക്കതിന് മുന്നേ എന്ത് പറഞ്ഞേ? നിങ്ങെന്തുകൊണ്ടല്ലോ വെറും പാപത്തിന്റെ മനുഷ്യന്മാരല്ലോ സാർ, വെറും പാപത്തിന്റെ മനുഷ്യന്മാരോ? ഇത്ര പാപം ഞാൻ വിചാരിച്ചില്ല. മൻസൂർ ഉസ്താദിന്റെ ജെല്ലിന് ഉസ്താദ് മൾക്കുള്ള വെൽ ജമാഅത്ത്, ഞാനിവിടെ 3 കൊല്ലമായി സദർ ഉസ്താദ് അല്ലായിട്ട്. എനിക്ക് ഏറ്റവും വലിയ പരിചയപ്പെട്ട ആൾ മൻസൂർ ഉസ്താദ്, ബജ്ജത്ത് ഇബ്രാഹിം ഉസ്താദിന്റെ മാഷാ പങ്കളമോ. അള്ളാഹു താല ബജ്ജത്ത് ഇബ്രാഹിം ഉസ്താദിനെ അറിയാലേ? അള്ളാഹ്, അയാൾ ഒരു വേള ഹയാത്തിലുണ്ടായിരുന്നെങ്കിൽ അസുഖമില്ലാത്ത കാളിനെയും വലിച്ചോണ്ട് ഇടക്ക് വരട്ടിയായി. അള്ളാഹു അയാൾ ആഖിറം സന്തോഷിപ്പിച്ചു കൊടുക്കട്ടെ. അയാൾ പരലോക ദർജ ഉയർത്തി കൊടുക്കട്ടെ. ബജ്ജത്ത് ഹുസൈൻ മൗലിയാർ നമുക്കെല്ലാം വലിയ നേതൃത്വം നൽകിയവരാണ്. ആ കുടുംബത്തിലെ ഒരു കണ്ണിയാണിത്. നമുക്ക് വലിയ പിരിശപ്പെട്ട ആള്. കാര്യം ഉസ്താദും അങ്ങനെ, ഉസ്താദ്മാരെല്ലാം അങ്ങനെ. എന്നാലും അയാളോട് കൂടുതൽ ബന്ധമുണ്ട് പണ്ട് മുതലേ. അപ്പൊ അയാൾ എന്നോട് എല്ലാം പറഞ്ഞ അങ്ങനെ, ഉസ്താദ് പാപത്തിന്റെ മനുഷ്യന്മാർ, നല്ല മനുഷ്യന്മാർ ഉസ്താദ്. അപ്പൊ ഞാൻ കേട്ടു, പിന്നെ നല്ല മനുഷ്യന്മാർ ആവാണ്ടിരിക്കുക, 60 ആണ്ടായില്ലേ ദഫിന്റെ കൊട്ടുള്ളൂ. അപ്പൊ നല്ലവരെല്ലാം ഞിറ്റാ ആരോ ദുആന്റെ ബർക്കത്തല്ലേ നമ്മളെ മക്കൾക്ക് കിട്ടിയേ? അല്ലെങ്കിൽ എപ്പോഴേ ബന്ധായിട്ട് വെളി കെട്ടിട്ട് പോകാലാ? നിങ്ങൾക്ക് തീരുന്ന ഞാൻ ചെന്ന തീരുന്ന ആരോ ഒരാൾ ഈ ഇറച്ചിന്റെ ഈ തൊട്ടൽ പയ്യ ഫീസിരിക്കുവാന്ന് ആൽച്ചനായിക്കൊണ്ടേ ഉണ്ട് അവിടെ. അപ്പൊ അയാൾ ചെല്ലുന്നുണ്ട്, നല്ല മനുഷ്യൻ, പാപത്തിന് മനുഷ്യന്മാർ ഉസ്താദ് മാഷാ. അപ്പൊ ഞാൻ ഇത്ര പാപ്പം ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ഇരിക്കട്ടെ, ഞാൻ ഈ ദ്വാരക്കത്തിന് പിന്നെ ഞാൻ എന്ത് ചെയ്യല്ലേ? നാളെ ആഖിറത്തില് ചില ആൾക്കാരുടെ നന്മ തിന്മകളുടെ തുലാസ്. എനിക്ക് സൗണ്ട് കുറച്ച് കുറവുണ്ട്, കഫമുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും മൈക്കിൻ്റെ എതിരിൽ ഞാൻ കൊണ്ട് കുറച്ച് സൗണ്ടിന് ബുദ്ധിമുട്ടും ഉണ്ട്. എന്നാലും നിങ്ങൾ കുറച്ച് സപ്പോർട്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് എളുപ്പമാണ്. അതിന് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേൾക്കുന്നത്. എനിക്ക് പിന്നെ ആ സ്റ്റൈലിലല്ലാണ്ട് അറിയുന്നുമില്ല. ഒരാൾ എൻ്റെ ചെല്ലാൻ പറഞ്ഞാൽ ഞാനിങ്ങനെ കിടാക്കിയതിൽ എന്നെ പാഞ്ഞുകൊണ്ടുണ്ടായി.
ഒരു ഭയങ്കര കൂറ്റും കോച്ചല്ലോ. അപ്പം ഞാനതിനെക്കുറിച്ച് നല്ല രീതിയിൽ ചെല്ലി, വലിയവർക്ക് ബുദ്ധിമുട്ടാണ്, അപ്പോൾ കിടാക്കുള്ള ജാറത്തായിക്കോളി ഞാൻ ഇടക്കിടയ്ക്ക് ചെല്ലലുണ്ട്. അങ്ങനെ ചെല്ലാൻ ആരോ ലൈവിൽ എന്തോ കണ്ടിന്യൂ തോന്നുന്നു. പിറ്റേന്ന് സഭയ്ക്ക് ഫോണാക്കിയിട്ട് എൻ്റെ എലിയെന്ന് നിസാമി സാർ നിങ്ങൾ ഇടക്കിടയ്ക്ക് കിടാക്കളി ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിന് കിടാക്കളെ കൺട്രോൾ ആക്കണോ, കിടാക്ക മുണ്ടുന്നു, കിടാക്ക അങ്ങനെ ഇങ്ങനെ അതൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ കണ്ണ് ചിമ്മിട്ട് സുറം ചൊല്ലിക്കൊണ്ട് പോയി. എനക്കെന്നെ കണ്ണ് ചിമ്മാൻ അറിഞ്ഞില്ല. അതാണ് വലിയ മിസ്റ്റേക്ക്. എനിക്ക് ഈ പ്രസംഗത്തിന് നിന്നെങ്കില്ലേ ഞാൻ എൻ്റെ കണ്ണ് എല്ലാം വീക്കില്ല. ചില ആൾക്കാർക്ക് അങ്ങനെ ആകുന്നുണ്ടാവും, എനക്കതാകുന്നില്ല. ഞാൻ കിബർ ചെന്നല്ല, ഞാൻ അത്ര നല്ല ആളുമല്ല. അപ്പോൾ എനക്കെല്ലാം കണ്ടുപോകുന്നു, എനക്കെല്ലാം ചൊല്ലിപ്പോന്നു, എനക്കെല്ലാം കേട്ടുപോന്നു. പിന്നെ മനസ്സിൻ്റെ ഒരു ആശ, നല്ല നിങ്ങൾ മജ്ലിസല്ലേ അവർ എൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ വലിയ ആരെങ്കിലും ഒരാൾ ഇതൊന്ന് പഠിച്ചിട്ടെങ്കിൽ അൽഹംദുലില്ലാ ഞങ്ങളെ സംഘാടകർ വെച്ച വേല മുതലായില്ലേ. ഞാൻ ബയ്യ പോകുമ്പോൾ നിങ്ങൾ തന്നാ 15,000 ഉറുപ്പിക മുതലായില്ലേ? ഇല്ലേ 15 ഇല്ലേ? ആ ഉള്ളത്ര ബേജാറാക്കണ്ടേ. ഞാൻ തമാശയില്ല അവലെ, തമാശയില്ല. ഇനി തമാശയില്ല പറ്റ തരാണ്ട് ഇരിക്കുകയും വേണ്ട. അള്ളാഹു തന്നലും ബാക്കി വെച്ചതിലും ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു അവൻ്റെ ദീനിന്, അവൻ്റെ സമുദായത്തിന്, കുടുംബത്തിന്, സ്വന്തത്തിന് ഉപകാരപ്പെടുന്ന മുതലും സമ്പത്തും തന്നിട്ട് അള്ളാഹു ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ സമ്പത്ത്, ഞങ്ങളെ ശമ്പളം, ഞങ്ങളെ പൈസ അത് ആശുപത്രിൻ്റെ ബില്ല് കെട്ടിയിട്ട് തീർക്കേണ്ട ഗതികേട് അള്ളാഹു ഞങ്ങൾക്ക് വരുത്താതിരിക്കട്ടെ. അള്ളാഹു ഞങ്ങൾക്ക് വരുത്താതിരിക്കട്ടെ. ഞങ്ങൾ കൊടുത്ത സ്വതക്കാന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളിലും വീട്ടുകാരിലും ഞങ്ങളെ ഭാര്യ മക്കളിലും ഉമ്മ പാപ്പമാരിലും ഉസ്താദുമാർ, വേണ്ടപ്പെട്ട സ്നേഹിതന്മാർ, ആത്മമിത്രങ്ങളിലുമുള്ള എല്ലാ നിലക്കുള്ള രോഗങ്ങൾ, വേദനകൾ അല്ലാഹു മരുന്നില്ലാതെ മാറ്റിത്തരട്ടെ, മരുന്നില്ലാതെ ശിഫയാക്കി തരട്ടെ. നാളെ പരലോകത്തെത്തിയാൽ ഒരു കൂട്ടം ജനങ്ങളുടെ ഹിസാബ് അവിടെ നടക്കും. അവരവരെ നന്മ തിന്മകളെ തൂക്കും. അങ്ങനെ തൂക്കുമ്പോ നന്മയുടെ ഏട് ഒന്ന് താങ്ങിയാൽ, അതൊന്ന് താന്നുപോയാൽ തിന്മയുടെ തുലാസ് മേലെ പൊന്തി, നന്മയുടെ തുലാസ് നല്ലോണം താണുപോയി ഘനം കൂടിയിട്ട് എങ്കിൽ അയാൾ സ്വർഗത്തിലാണ്. അത് നമുക്ക് ചർച്ചയില്ല. അതേ സമയത്ത് വേറെ 2 കൂട്ടരുണ്ട്. ഒന്നാരറിയുമോ? നന്മയുടെ തുലാസ് തീരെ ഘനം കൂടാതെ പൊന്തിയവർ, തിന്മയുടെ തുലാസ് ഘനം കൂടിയിട്ട് താണവർ. ഫിത്ന പറഞ്ഞ്, ഫസാദ് പറഞ്ഞ്, ആരാന്റെ ഇറച്ചി തിന്നിട്ട്, മറ്റുള്ളവന്റെ സമ്മതമില്ലാതെ ഹക്കില്ലാതെ തിന്നിട്ട്, കടം വാങ്ങിയിട്ട് കൊടുക്കാതെ, വട്ടിക്കെടുത്തിട്ട്, പലിശക്കെടുത്തിട്ട്, കള്ളു കുടിച്ചിട്ട്, കഞ്ചാവടിച്ചിട്ട്, ഉള്ള ഹറാമിയത്തെല്ലാം എടുത്തിട്ട് ഒരു കൂട്ടം ജനങ്ങളുടെ തുലാസ് നാളെ പരലോകത്തത് തിന്മകളെ കൊണ്ട് ഘനം കൂടും. തിന്മകളെയുള്ളൂ അയാളെ ജീവിതത്തില്, വേണ്ടാവൃത്തികളെയുള്ളൂ അയാളെ ജീവിതത്തില്. അങ്ങനെയുള്ളവന്റെ നന്മയുടെ തുലാസ് ഒരിക്കലും തൂങ്ങല, അത് ഘനം കൂടല. തിന്മയുടെ തുലാസാണ് ഘനം കൂടുക. അങ്ങനെയുള്ള ഇരിക്കുന്ന സന്ദർഭത്തില് മറ്റൊരു കൂട്ടർ, രണ്ടും ഒരുപോലെയായവർ, നന്മയും ഒരുപോലെ, തിന്മയും. അതിന് ഉദാഹരണം ഞാൻ പഠിച്ചില്ലല്ലേ? നിങ്ങൾ മറന്നു, ഞാൻ പഠിച്ചില്ലല്ലേ? അതന്നെ. അതായത് കള്ളും കുടിക്കുന്നു, നിസ്കരിക്കുന്നു, കക്കുന്നു, സദക്കയും കൊടുക്കുന്നു. സാലിയായ കള്ളന്മാരുണ്ടു നമ്മളെ ഇടയില്. അപ്പുറത്തെ വളപ്പൊന്ന് കക്കുന്നത് കൊണ്ടോ, ഇപ്പുറത്തെ സ്രാമ്പി പള്ളിക്ക് നോമ്പുറക്കുമ്പോ ഹത്തിവിന് വേണ്ടി കൊടുക്കുന്നു. അവൻ സ്വാലിഹായ കള്ളം. നിങ്ങൾ പണ്ടൊരു കള്ളനെ പോലീസ് പിടിച്ചാല, പോലീസ് പിടിച്ചിട്ടാകുമ്പോ കുറെ ബളെ, 4-5 മാല, ഒരു 5-8 മൊയ്രം, നല്ല മിന്നുന്ന പൊന്നിന്റെ മൊയ്രം, ഒരു 5-8-10 നല്ല ഗട്ടിന്റെ കനത്തിന്റെ. പോലീസിന്റെ കോളർ പിടിച്ചിട്ട് അവനെ നിപ്പിച്ചിട്ട് അവൻ കട്ടനെല്ലാം കൂടെ എതിരിൽ വെച്ചിട്ട് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് മിന്നുന്നു, തിളങ്ങുന്നു, മാലയും വളയും അതും ഇതും മോതിരം എല്ലാം. 5-8 മോതിരം കാണുമ്പോ പോലീസ് ബണ്ണയും കേട്ടാലോ അവൻ്റെ ഇതാ ഇത്തരം മൊയ്രം നീ കട്ടണല്ലേ? 8-9 മൊയ്രം ഉണ്ടല്ലോ, നല്ല കിണ്ണം പോലത്തെ മൊയ്രം, ഒന്നും നീ ബെർലിലേക്ക് വെച്ചിട്ടില്ലല്ലേ? അപ്പൊ അവൻ ചെല്ലാൻ പറഞ്ഞ കള്ളം, സാറേ ഞാൻ ആണുങ്ങൾക്ക് സ്വർണം ഹറാമാണ്. ഈ 8-9 കക്കല് ആണല്ലേ, പുരുഷനല്ലേ? പുരുഷന്മാർക്ക് സ്വർണ്ണ ഹറാമല്ലേ? അവൻ സ്വാലിഹായ കള്ളം. എങ്ങനുണ്ട്? എന്ത് ജാഗ്രത നോക്കിയാലോ, എന്ത് പേടി അള്ളാന്റെ. ഞങ്ങൾക്ക് ഹറാം സാറേ, പറ്റല, ഒന്നല്ലേ?
ഇങ്ങനെ നന്ന് ചിരിക്കണ്ട, എനിക്ക് ഡൗട്ട് വന്നു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു ഞങ്ങളെ സമ്പത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു ഞങ്ങളെ സമ്പത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു ഞങ്ങളെ സമ്പത്തിനെ കാക്കട്ടെ. അത് അനർഹരുടെ കയ്യിൽ പെട്ടുപോകാതെ, ചതിക്കുന്നവരുടെ കയ്യിൽ പെട്ടുപോകാതെ, വഞ്ചിക്കപ്പെടുന്നവരുടെ കയ്യിൽ പെട്ടുപോകാതെ അള്ളാഹു ഞങ്ങളെ സമ്പത്ത്, കച്ചവട ബിസിനസ്സുകളെ കാക്കട്ടെ. നന്മ തിന്മകൾ ഒരുപോലെയായവ, തിന്മയുടെ ഏട് കൂടിയവ, അങ്ങനെ പരലോകത്ത് നിൽക്കുമ്പോ സുബ്ഹാനല്ലാഹ് ആരോ ഒരാള് വന്നിട്ട് ആ നന്മയുടെ ഏടിലേക്ക് എന്തോ ഇടുന്നു. തിന്മയാണ് അവിടെ ഘനം തൂങ്ങിയത്, നന്മയുടെ തട്ട് പൊന്തി കിടക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരാൾ വന്നിട്ട് എന്തോ ഇങ്ങനെ പൂഞ്ഞിട്ട് ആ തട്ടിലേക്ക് ഇടുന്നത്. അല്ലെങ്കിൽ നന്മയുടെയും തിന്മയുടെയും തുലാസ് ഒരുപോലെ. ആ സമയത്താണ് ഒരാൾ വന്നിട്ട് എന്തോ ഇങ്ങനെ പൂഞ്ഞെടുത്തിട്ട് ആ നന്മയുടെ തുലാസിലേക്ക് ഇടുന്ന. അങ്ങനെ ഇടുമ്പോ സുബ്ഹാനല്ലാഹ് നന്മയുടെ തുലാസ് അവിടെ അതാ താഴുന്നു, ഘനം കൂടുന്നു. നന്മയുടെ തുലാസ് ഘനം കൂടുന്നു. ഈ കൊലായത് മാറുന്നു. ഈ കൊലായവന്റെ നന്മയുടെ തുലാസ് ഘനം കൂടുന്നു. തിന്മയുടെ ഗതന് പിന്നെ തുലാസ് നേരത്തെ കൂടിയവന്റേത് ഇപ്പതാ ഇങ്ങനെ ഇട്ടിട്ടാകുമ്പോ നന്മയുടെ തുലാസ് ഘനം കൂടുന്നു. അവൻ രക്ഷപ്പെടുന്നു. ആ സമയത്ത് ആ മനുഷ്യൻ ഈ വ്യക്തിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആരാണ് നിങ്ങള്? അതേ ബി അൻത വ ഉമ്മി മാ സന വജ്ഹുക വമാ സന ഖൽഖുക ഫമൻ അൻത. അല്ലാഹുവിനെ തന്നെ സത്യം. ആരാ നിങ്ങള്? എന്റെ നന്മയുടെ തുലാസ് ഘനം തൂങ്ങാൻ വേണ്ടിയിട്ട് വല്ല ഉപകാരല്ലേ നിങ്ങൾ ചെയ്ത്? തിന്മകൾ തൂങ്ങിയിരുന്ന ഈ സമയ, തിന്മയുടെ ഏട് പൊന്തിയിരുന്ന ഈ സമയ, ഈ കൊലായ ഈ നേരം എന്റെ നന്മ കൂടുതലാകാൻ, എന്റെ നന്മയുടെ തുലാസ് ഘനം കൂടാൻ എന്തോ ഇട്ടിട്ട് എന്നോട് സഹകരിച്ച നിങ്ങൾ ആരാണ്? ആരാണ്? ഫമന്നന്ത, ആരാ നിങ്ങളും ചോദിക്കുമ്പോ അതാ ഫയഖൂൽ, അയാൾ പറയുന്നു അന മുഹമ്മദുർ റസൂലുള്ളാഹ് അന നബിയുക മുഹമ്മദുൻ റസൂലുള്ളാഹ്. ഞാൻ നിന്റെ നബിയാണ്, ഞാൻ നിന്റെ നബിയാണ്. ആ തുലാസിലേക്ക് ഞാൻ ഇട്ടതെന്തറിയുമോ? വഹദിഹി സ്വലാത്തുക അലയ്യ, നീ ദുനിയാവിൽ എന്റെ മേലെ ചൊല്ലിയ കുറച്ച് സലാത്ത് ഉണ്ടായിന, അതിനെയാണ് ഞാൻ കൊണ്ടുവന്നിട്ട് ഈ സമയത്ത് ഈ തുലാസിലേക്ക് ഇട്ടത്. എന്റെ മേലെ നീ ചൊല്ലിയ സ്വലാത്ത് ഒറ്റയ്ക്ക് ഇരുന്നപ്പോ, നടക്കുന്ന സമയത്ത്, പൊരന്റെ ഉള്ളില്, പള്ളിന്റെ ഉള്ളില്, വയലിന്റെ മജ്ലിസില് എന്റെ പേര് കേൾക്കുമ്പോ ആ സമയത്തൊക്കെയും നീ എനിക്ക് വേണ്ടി ചൊല്ലിയ സ്വലാത്ത് അത് ഇപ്പോഴാണ് നിനക്ക് ഉപകാരപ്പെടേണ്ടത് എന്ന് ചിന്തിച്ച് ഞാനത് നിന്റെ നന്മയുടെ തുലാസിലേക്ക് ഇട്ട് തന്നു. അതുകൊണ്ടാണ് നിന്റെ നന്മയുടെ തുലാസ് ഘനം കൂടിയത്, നീ രക്ഷപ്പെട്ടത്, അല്ലാഹു നിന്നെ സലാമത്താക്കിയത്. വഖദ് വഫൈതുക ഇയ്യാഹു അവജ മാ യകൂനു ഇലൈഹാ. ഇപ്പല്ലേ ഞാൻ നിന്നെ സപ്പോർട്ടാക്കണ്ടിയേ? അല്ലേ അല്ലേ അല്ലേ? ആ ടൈമിലല്ലേ റസൂലുള്ളാന്റെ സഹായം വേണ്ടിയേ? അല്ലേ? മാലുമ്പല്ലേ വടി വേണ്ടിയേ? എപ്പോഴോ ബടി കിട്ടിയിട്ട് കാര്യം എന്ത്? മാലിന സമയത്ത് ഒരു ബടി കിട്ടിയെങ്കിൽ നമുക്കൊന്ന് കുത്ത നിന്നിറ, പൈച്ച സമയത്ത് 2 കഞ്ഞി കിട്ടിയെങ്കിൽ ബെയ്ച്ചിറ, പൊക്കിളി ബിരിയോളം തിന്നിട്ട് 4 തേക്കിടുമ്പോ ബിരിയാണി കൊണ്ടിട്ട് എന്ത് വേണോ? ആർക്ക് വേണോ ഇവിടെ? ഓ ആംബുലൻസ് സൈറൻ വാങ്ങുന്ന പോലെ തേക്കിട്ട് പോയിക്കൊണ്ടല്ലോ. അതിൻ്റെ ഇടയിൽ ഒരാൾ മന്തി കൊണ്ടിരുന്നത് തിന്ന് ആർക്ക്? അപ്പല്ല, പൈച്ചപ്പ് കിട്ടുമ്പോൾ ഒരു ഗുണം. ഈ സമയത്തല്ലേ എന്റെ സപ്പോർട്ട് വേണ്ടിയത്? ഭാരാവാരം പോലെ പരന്നു കിടക്കുന്ന പരലോകം, പരകോടി ജനങ്ങളെ യാത്രയാക്കപ്പെടുന്ന പരലോകം, നല്ലവരും നല്ലവരായ പ്രവാചകന്മാർ പോലും പരീക്ഷണത്തിന് വിധേയമാക്കപ്പെടുന്ന പരലോകം, ഭീകരമായ പരലോകം. ഒരു ചാണു മുകളിലാണ് ഈ സൂര്യൻ കത്തിജ്വലിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഞങ്ങൾക്ക് ഇപ്പോഴേ ചൂട് താങ്ങാൻ കഴിയുന്നില്ല. ലക്ഷോപലക്ഷം അകലെയാണ്, ഇന്ന് കിലോമീറ്റർ അകലെയാണ് സൂര്യൻ.
ആ കത്തിജ്വലിക്കുന്ന സൂര്യൻ ഇപ്പോഴും നിങ്ങളെ നെറ്റി വീർത്തിട്ടുണ്ട്, നിങ്ങളെ ബനിയണ് നനഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട്. എന്നാ നാളെ പരലോകത്ത് ഞങ്ങളെ അവസ്ഥ എന്താണ്? ഒരു ചാണ മുകളിലാണ് അവിടെ, ചെമ്പിന്റെ തകിടിനാലുള്ള ഭൂമിയാണ്, അവിടെ ആരുമില്ല, ആരുമില്ല. അവിടെയുള്ളത് റസൂലുള്ളാഹ്, ഹബീബുൽ വറാ റസൂലുള്ളാഹ്, മുസ്തഫൽ വർക്കച്ചല്ലേ മുസ്തഫൽ വറാ റസൂലുള്ളാഹ്. അതാ പറഞ്ഞ സലാത്ത് നല്ലോണം ചൊല്ലിക്കോ. അത് കിട്ടേണ്ട ടൈമിൽ മട്ടം പോലെ അതിന്റെ ഗുണം കിട്ടോ. സലാത്ത് ചൊല്ലിക്കോ. കാണേണ്ട ടൈമിൽ കാണുമ്പോൾ അതിന്റെ ഗുണം കാണോ. റസൂലുള്ള പറയാണ്, ഈ സമയത്തല്ല മോനെ നിനക്കൊരു സപ്പോർട്ട് വേണ്ടിയത്, അല്ലേ? ഈ സമയത്തല്ല മോനെ നിനക്കൊരു ധൈര്യം വേണ്ടത്, ഈ സമയത്തല്ല മോനെ നിനക്കൊരു പ്രതീക്ഷ തരേണ്ടത്, ഈ സമയത്തല്ല മോനെ എന്നിൽ വെച്ച ഭറവസ ഞാൻ നിറവേറ്റേണ്ടത്. അതുകൊണ്ട് മോനെ ഇന്ന് പിടിച്ചോ, നീ ചൊല്ലിയ സലാത്ത് നിനക്കിരിക്കട്ടെ. ഖാല റസൂലുള്ളാഹ്. മുന്നും പിന്നും നോക്കാണ്ട് ചൊല്ലിക്കൊള്ളണം സലാത്ത്. അതിൻ്റെ ഒക്കെ നടക്കുമ്പോ ഇരിക്കുമ്പോ അതിൻ്റെ ഒക്കെ നമുക്ക് ടൈമില്ല, അല്ലേ? ഇപ്പൊ ആർക്കും ടൈമുള്ള? എല്ലാവരും ഓൺലൈനില്. ഞാൻ വിചാരിച്ചു ഖത്തീ ഉസ്താദും ഫ്രീ ഉണ്ടാവും, നോക്കുമ്പോ അയാൾ എപ്പോഴും ഓൺലൈനില്. ഇയാളല്ല പാവം സാധു മനുഷ്യ, അല്ലാഹു ആഫിയത്തും ആയുസ്സേറ്റി കൊടുക്കട്ടെ. ഞാൻ ഉദാഹരണം ചെല്ലി, എന്നെ പോലത്തെ മൗലിയാമാരുത്. നിങ്ങൾ വേണമെങ്കിൽ നോക്കി, എന്നെ എപ്പോൾ നോക്കി ഓൺലൈനിലുണ്ടാവും. അത് ഞാൻ പിന്നെ നോക്കിക്കൊണ്ടേ നെറ്റ് ഓണാക്കി ഓൺലൈനിൽ കാണുന്നു. ഇരിക്കട്ടെ, ഇനിയിപ്പോൾ അതിൻ്റെ ഇതെല്ലാം പറഞ്ഞ് നമ്മൾ ഇതെങ്കിലും വിചാറക്കണ്ട. എന്നാലും നമുക്ക് പുറുസത്തില്ല. കേൾക്കുമ്പോൾ ചെന്നാൽ കാണാം ടൈമില്ല എന്താക്കിയേ, എന്തോ ഒരു കുന്തം ആക്കിയിട്ടാവോ, എന്താക്കിനോ, എന്തോ ആക്കിയിട്ടില്ല, ടൈമില്ല, എന്താക്കി, നീ കിട്ടിയ ടൈമിൽ എന്താക്കി, എന്തോ ആക്കിയിട്ട. ടൈമില്ല, എനി ടൈം ഓൺലൈൻ തന്നെ എല്ലാവരും. ഞമ്മല്ല ബാല്യക്കാർ പിള്ളമാരല്ല, ബാല്യക്കാർത്തിയല്ല, മരിക്കാൻ കിടന്ന ചങ്ങായി തൊണ്ടം കിളവൻ, അയാളും ഓൺലൈനില്. ഷുഗർ 420 പ്രഷർ 350 പുളിയ 3/4 കിലോ, അതിൻ്റെ ഇടയിൽ 780 ബാക്കി പോ അംബാനിന്റെ. അയാളും ഓൺലൈനിൽ. അല്ല, ആവശ്യത്തിന് നോക്കട്ടെ, പ്രശ്നം പറ. ആവശ്യത്തിന് നോക്കുന്നതല്ല പറഞ്ഞ ഞമ്മന്താ ആവശ്യം, ഞമ്മക്കെന്താ ആവശ്യം? ഞമ്മക്കത് വിട്ട നേരം ഉണ്ടാ? ഞമ്മ ആരാന്റെ റീൽസ് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതല്ലേ, അല്ലേ? ഞമ്മളെ പുള്ളന്മാരും ഞങ്ങളെ കുഞ്ഞുമക്കൾക്ക് അതില്ലാണ്ട് ചോറ് ചാർന്ന ഭക്ഷണം പോന്ന പള്ളക്ക് ഹോംവർക്ക് ഉണ്ടാ, മാരുവിന്റെ സമയത്ത് ഓത്തും വൈത്തും ഉണ്ടാ. നിങ്ങളും ഞാനും മദ്രസക്ക് പോയോറല്ലേ, അല്ലേ? നിങ്ങളോട് തലാട്ടി നന്നല്ല. നിങ്ങൾ ഈ ഊതിയ ബലൂണ് പോലെ ദമ്മു പിടിച്ചിരുന്നതിന് നിങ്ങൾ റിലാക്സ് ആയി, ടെൻഷനൊന്നും ആക്കണ്ട. അങ്ങനെ മൂന്നാമത്തെ ദുനിയാവിൽ എന്തിട മല മറിയുന്നു. ഇന്നല്ലെങ്കിൽ നാളെ പോണോ, കാണുന്നില്ലേ? പാമ്പ് കടിച്ചിട്ട് മരിച്ച്, അത് കടിച്ചിട്ട് മരിച്ചു, ചെന്ന് കേട്ടിട്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ എന്തിനീ തലകൊണ്ടാക്കി ടെൻഷനാക്കി ഇരിക്കുന്നത്? നല്ല റിലാക്സിലിരിക്കും, ഫ്രീ ആയിട്ടിരിക്കും. ഈടെ ഫ്രീ ആയില്ലെങ്കിൽ സ്വർഗത്തിന്റെ തോപ്പില് മലായിക്കത്തി നിങ്ങളെ ഇടയിൽ എന്തത് സർബത്താ അല്ലേ? അല്ല, ഓർക്ക് കുടിക്കാനൊന്നും ഉണ്ടാ സംഘാടകർ ഉണ്ടാ? മാഷാ അല്ലാ. അതിനെ നിങ്ങൾ അവിടെ തന്നെ ബീറ്റിട്ട് വരുന്നവരെന്നെ കുടിച്ചിട്ട് വരുന്നല്ലേ? നിങ്ങൾ എന്തൊരു ആൻസർ ചൊന്നുമില്ല, ഓരെന്തും മുണ്ടൊന്നുമില്ല, എനക്കത് തീരെ പിടിക്കുന്നുമില്ല. വരുമ്പന്നെ കുടിച്ചിട്ടേ വരുന്നതാ. അതിൻ്റെ കാട്ടി നല്ലത് എന്തറിഞ്ഞാൽ അയാൾ പരന്ന് വരുമ്പന്നെ ഊടത്തോളം കുടിച്ചിട്ട് വന്നിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഈലിനപ്പുറം അയാൾക്ക് കുടിക്കണമെന്നുമില്ല. നിങ്ങൾ എന്താക്കൊണ്ടറിഞ്ഞ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെ ഈലെന്നെ കുണന്നിട്ട് കൊടുത്തത് നല്ല ഉണ്ടായി. എന്തേ? എല്ലാവർക്കും ഒരു ആസ, ഒരു 1/2 ഗ്ലാസ് തണ്ണി കിട്ടിയെങ്കിൽ, ഇപ്പൊ ഒരു ചായ കിട്ടിയെങ്കിലും തോന്നും. ആ ടൈമിൽ കിട്ടണം, എപ്പോഴോ കിട്ടിയിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെ ആരും കുടിക്കാത്തവരുണ്ടെങ്കിൽ മാഷാ അല്ലാഹ്, അത് ഒരിക്കൽ സംഘാടകർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു അവർക്ക് സ്വർഗത്തിന്റെ പാനീയം കൊടുക്കട്ടെ. നല്ല ജാഗല് വെച്ചിട്ട് കുടിക്കുന്ന ആ വെള്ളം അല്ലാഹു ഞങ്ങളെ പ്രയാസങ്ങളും വിഷമങ്ങളും മാറ്റിത്തരുന്ന മരുന്നാക്കിയിട്ട് മാറ്റട്ടെ. അതങ്ങനെ ചിലയിടത്തേക്ക് എത്തുമ്പില്ലേ അതിന് ഭയങ്കര പവർ കൂടും. പണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തേടാൻ വേണ്ടിയിട്ട് യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ മോന് ഖുർആനാണ്, പരിശുദ്ധ ഖുർആനാണ്. സൂറത്ത് യൂസുഫ് ഓദീനാ ഓതാനതിന് മുസാഫ് മറിച്ചില്ല, മേങ്ങിട്ട് കൊണ്ടുവന്നിട്ട് ടിവിന്റെ മേലെയും ഫ്രിഡ്ജിന്റെ മേലെയും വെച്ചിനല്ലാണ്ട് തൊട്ടലിട്ടിട്ട് വെച്ചിട്ട് ഇടക്കിടക്ക് തോത്തിക്കൊള്ളുന്നു ധൂളിനെ. എന്നിനി ധൂള് പിടിച്ചങ്ങ പിടിച്ചില്ല, നിനക്ക് ഓതാത്തോനെന്ത്?
അതിന് ഓതണോ സൂറത്ത് യൂസുഫ് പെണ്ണുങ്ങ നല്ലോണം ഓതണം. എന്താ പറഞ്ഞാ മഹാന്മാർ കിതാബിൽ എഴുതിയാൽ അറിയോ 111 ആയത്തുണ്ടായി. അല്ലോ സാർ 111 ആയത്ത്. നിങ്ങൾ നോക്കി വേണമെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചൊല്ലി. 111 ആയത്തുണ്ട് സൂറത്ത് യൂസുഫില്. അതിനെ എപ്പോഴും ഓതണോ? പ്രത്യേകിച്ച് മാപ്പിള പെഞ്ഞായി മാറി ചെറിയ കുസുകുസായിട്ട് ഇങ്ങനെ ഒരു മീട് തിരിച്ചിട്ട് ഇരിക്കുന്ന പരക്കാറുണ്ട്. നിങ്ങല്ല നിങ്ങൾ ബേജാറാണ്ട. ചില പരനുള്ളിൽ അങ്ങനെ വെച്ചിട്ട് കൊടുക്കുന്ന, വിളമ്പിറ്റ് കൊടുക്കുന്ന, ചായ കൊടുക്കുന്ന, വിത്തൗട്ട് കൊടുക്കുന്ന, ഷുഗർ വിത്ത് പഞ്ചാരയുടെ അകത്ത് കൊടുക്കുന്ന, എല്ലാം കൊടുക്കുന്ന, പാത്രം കഴിച്ചു കൊടുക്കുന്ന. ഇൻഷാ അല്ലാഹ് തങ്ങളവരുടെ ആ ദുആ ഞങ്ങളൊക്കെ ഏറെ ആഗ്രഹിക്കുന്നതാണ്. ഞങ്ങൾക്ക് അല്ലാഹു ചെയ്ത ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അഹ്ലുബൈത്തല്ലേ ഞങ്ങൾ ഏറ്റവും വലിയൊരു സമാധാനവും രക്ഷയും അല്ലേ. 1000 ആണ്ടുകൾക്ക് മുമ്പ് ജനങ്ങളെല്ലാവരും വലിയ തൂഫാനിൽ മുങ്ങിത്താവുമ്പോ, എത്രയോ ജനങ്ങൾ മുങ്ങിച്ചാവുമ്പോ അന്നുള്ള ജനങ്ങൾക്ക് അല്ലാഹു തആല രക്ഷപ്പെടാനുള്ള വഴിയായി, വെള്ളപ്പൊക്കത്തിൽ നിന്ന് കൈച്ചലാവാനുള്ള മാർഗമായി, കരകയറാനുള്ള മാർഗമായി അല്ലാഹു കാണിച്ചു കൊടുത്തത് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പലായിരുന്നു. ആ ജനങ്ങൾക്ക് അല്ലാഹു ഒരു പിടിവള്ളിയായി, രക്ഷാ കവചമായി, കയറി പറ്റാനുള്ള ഇടമായി ആ നാട്ടുകാർക്ക് അല്ലാഹു ഇറക്കി കൊടുത്തത് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പൽ. എന്നാൽ ഇന്ന് ഈ സമുദായത്തിന് അല്ലാഹു തആല തന്ന കപ്പലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കിടാങ്ങളാകുന്ന അഹ്ലുബൈത്ത്. ഹബീബരായ റസൂലുള്ളാഹി തങ്ങളുടെ പരിശുദ്ധമായ ചോര രക്തം അവിടുത്തെ സിരകളിൽ ഓടുന്നുണ്ട്. അവരുടെ വാപ്പയല്ലേ, വാപ്പാന്റെ വാപ്പല്ലേ, ആ പരിശുദ്ധ പരമ്പരല്ലേ. ഞങ്ങൾക്കത് അവകാശപ്പെടാനില്ല. ഉണ്ടാ ഞങ്ങളെ വാപ്പാന്റെ റസൂലുള്ളാഹി എല്ലാം കഴിയോ? ഇല്ല. ഞങ്ങൾക്ക് ഇനി 1000 കോളേജിൽ പോയിട്ട് ബിരുദെടുത്തെങ്കിൽ തങ്ങാവാൻ കഴിയോ? ഞാൻ എൻ്റെ കിടാവൻ്റെ ഒരു കെൻഡൽ കേട്ടിന് ഏതോ ഒരു സദസ്സിലേക്ക് വന്നിന് ചെറിയ. അപ്പോൾ മുഹമ്മദ് തങ്ങളെ പോലത്തെ ഒരു തങ്ങളുണ്ടായി. അപ്പോൾ എൻ്റെ ഒരു കിടാവ് കേൾക്കുന്നത്, പാപ്പ നിനക്കെന്താ തങ്ങായെങ്കിൽ, നിനക്കെന്താ തങ്ങായെങ്കിൽ? ഞാൻ 1000 കോളേജിൽ നിന്ന് ബിരുദെടുത്തെങ്കിലും തങ്ങാവാൻ കഴിയോ? ഇല്ല. അത് കുടുംബമാണ്, അതിന് ആലുമാണോന്നില്ല, അതിന് ബിരുദം വേണമെന്നില്ല. അതിനെ പോയി എത്തുന്നത് റസൂലുള്ളാഹിയിലേക്ക്, ഇമാം ഷാഫി തങ്ങളിലേക്ക്, ഇമാം ബുഖാരി തങ്ങളിലേക്ക്, അജ്മീർ ഖാജയിലേക്ക്, മഹാനരായ ഗൗസുൽ ആലം തങ്ങളിലേക്ക്. അതേ നേരെ പിന്നെ പോകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക്. അവരുടെ വാപ്പാന്റെ ഹബീബരായ റസൂലുള്ളാഹ് ഇല്ല, അവിടെ നിൽക്കുന്നില്ല. പിന്നെയും അതപ്പുറം പോവും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലേക്ക്. ഞങ്ങളത് ഏറിങ്ങോ 2 ആള്, പിന്നെയും പോയ 3 ആള്, പിന്നെയും പോയ ഒരാളും കൂടി ഉണ്ടാവും, 4ാമത്തെ ആൾ അബ്ബാസ്. അതിന്റെ അപ്പുറം പോയെങ്കിൽ പിന്നെ നാരായണനാ അല്ലെങ്കിൽ ചാത്തപ്പനാ അല്ലേ. മഹാനൂർ കാൽ തങ്ങൾ അങ്ങനല്ലേ പറഞ്ഞു. ഞങ്ങൾ ഒരുപാട് അമുസ്ലിം സഹോദരങ്ങളൊക്കെ നമ്മുടെ ഈ പരിപാടിയുമായി നല്ലോണം സഹകരിച്ചിട്ടുണ്ട്. അവരൊക്കെ നമുക്ക് വേണ്ടി പ്രത്യേകം ഇവിടെ ദ്വാരക്കാനും അവരുടെ കാര്യങ്ങളൊക്കെ ശരിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ട് പലരും സംഭാവന തന്നിട്ടുണ്ട്. കാലങ്ങളേറെയായി അവർ ഇവിടെ വിളക്ക് കത്തിക്കുന്നുണ്ട്, അവർ ഇവിടേക്ക് വേണ്ടിയിട്ട് പലതും ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ, പ്രത്യേകിച്ച് ഹിന്ദു സഹോദരങ്ങളൊക്കെ നമ്മൾ ഈ പരിപാടിയുമായി നല്ലോണം സഹകരിച്ച് നല്ല നിലക്ക് അവർക്കൊക്കെ വലിയ നേട്ടം ഉണ്ടാക്കിയ ഒരു മജ്ലിസാണ് ഈ മജ്ലിസ്. നമുക്ക് പിന്നെ ഇതിനോട് നീയത്തും ബർക്കത്തും അത്രനായതുകൊണ്ട് ഗുണവും മണവും അത്തരണവോ, അവർക്ക് വലിയ ഗുണവും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. അവർ ഇന്നും നല്ലോണം ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട കജ ഫൈസി ഉസ്താദ് നേരത്തെ കുറെ ഫോട്ടോസ് കൂടിയാണ് കിട്ടുന്നതിന് വരെ അവർ വന്നിട്ട് ഇരുന്നതും അവർ ഈ വിഷയത്തിൽ പിന്നെ അതീതല ഗുണം തരുന്നതല്ലോ. പ്രത്യേകം എന്നോട് എടുത്തു പറയുകയും ചെയ്തിരുന്നു, ഉസ്താദെ ഇത് ഈ നാടിന്റെ മാത്രം ചില പ്രത്യേകതകളാണ്, അത് എല്ലാ നാട്ടിലും ഇല്ല. അങ്ങനെ ആ ഒരു ഒത്തൊരുമ, ആ ഒരു മതസൗഹാർദ്ദം, ആ ഒരു ഹിന്ദു മുസ്ലിം എന്ന വേർതിരിവില്ലാതെ കണ്ട് പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ജീവിക്കുന്ന ആ ഒരു നല്ലൊരു കൾച്ചർ, ആ ഒരു സംസ്കാരം, അത് ഞങ്ങളെ ഈ ചിഗുറുപാത കുളവയലിന്റെ മാത്രം പ്രത്യേകതയാണ്. അള്ളാഹു ഖിയാമത്ത് വരെ നിലനിർത്തി തരട്ടെ. ആ മുസ്ലിം സഹോദരങ്ങൾക്ക്, ഹൈന്ദവ സഹോദരങ്ങളുടെ കച്ചവടം ജോലി ബിസിനസ്സിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവരുടെ പ്രയാസങ്ങളല്ല തങ്ങളവർകൾ ദുആരക്കും ഇൻഷാ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. ഞാൻ നീട്ടുന്നില്ല. അന്ന് നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വഴിയായി, മാർഗമായി
പിന്നെ ഇത് അതിനുള്ള പോംവഴിയായി സൊല്യൂഷനായി അള്ളാഹു നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പൽ കൊടുത്തെങ്കിൽ ഹബീബരായ റസൂലുള്ള ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രയാസപ്പെടണ്ട, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, നിങ്ങൾ കഷ്ടപ്പെടണ്ട. നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള തോണിയാണ്, കപ്പലാണ്, നിങ്ങൾക്ക് പിടിച്ചു കയറാനുള്ള ഇടമാണ്, നിങ്ങൾക്ക് കൈച്ചലാവാനുള്ള മാർഗമാണ് അഹ്ലു ബൈത്തി, തങ്ങന്മാര്. ഖാല റസൂലുള്ളാഹ്, അവരെ കണ്ടോ, അവരെ ദുആ മജ്ലിസിൽ കൂടിക്കോ, അവരെ ദുആക്ക് ആമീൻ പറഞ്ഞോ, അവരെ പരിശുദ്ധമായ കൈ മുസാഫാത്ത് ചെയ്തോ, അവരുമായിട്ട് നല്ല ബന്ധം വെച്ച് പുലർത്തിക്കോ, അവരെ കണക്കിലേറെ ആദരിച്ചോ. ഇന്നി ലാ അസ്അലുക്കും അലൈഹി അജ്റാ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. പരിശുദ്ധ ഖുർആനല്ലേ ഹബീബരായ റസൂലുള്ള ഞങ്ങളോട് പറഞ്ഞു, ലോകത്തോട് പറഞ്ഞു, ഞാൻ ഈ ദീന് നിങ്ങൾക്ക് എത്തിച്ചതിന്റെ പേരില്, ഈ ദീന് നിങ്ങൾക്ക് പറഞ്ഞു തന്നതിന്റെ പേരില്, ഈ ശരീഅത്ത് നിങ്ങളിലേക്ക് വിശദീകരിച്ചതിന്റെ പേരില്, അല്ലാഹുവിനെ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിന്റെ പേരില്, ലാ അസ്അലുക്കും അലൈഹി അജ്റാ, നിങ്ങൾ അതിന് പകരം എനിക്ക് ശമ്പളം തരണ്ട, കമ്മീഷൻ തരണ്ട, എനിക്ക് നിങ്ങളെ ഒരു ആനുകൂല്യവും വേണ്ട. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ, എന്റെ കുടുംബത്തെ നിങ്ങൾ നല്ലോണം പിരിശം വെച്ചെങ്കിലും മതി, അവരോട് നല്ല മതിപ്പ് കാട്ടണോ, നിങ്ങൾ അവരോട് വല്ലാദരവ് കാണിക്കണോ. അവർ എന്റെ ചോരയാണ്, അവർ എന്റെ കുടുംബമാണ്, വേറൊന്നും നിങ്ങൾ എനിക്ക് തരണോന്നില്ല. മുസ്തഫായ റസൂലുള്ളാഹ്. അതുകൊണ്ട് അഹ്ലുബൈത്തിനെ സ്നേഹിക്കുക, അവരെ ആദരിക്കുക. ഇനി തങ്ങളവറുകൾ എത്തിയ സ്ഥിതിക്ക് ഞാൻ ഫസ്റ്റ് ജില്ല ഇപ്പം നല്ല ഫസ്റ്റ് തന്നെ തുടങ്ങുന്നതിന് മുന്നേ ഭക്ഷണത്തിൻ്റെ പേരിലും എല്ലാവരും ചെല്ലുന്നു, തങ്ങൾ കയറിയ ഒരു മിനിറ്റ് പിന്നെ ഞാൻ നീട്ടാൻ മനസ്സില്ലാഞ്ഞിട്ടല്ല, അത് ശരിയല്ല. പിന്നെ അവരല്ലേ, അവർ മഹാന്മാരല്ലേ. ആ അഹ്ലുബൈത്ത് പരമ്പരയുടെ ബർക്കത്തുകൊണ്ട് അള്ളാഹു സാധുക്കളായ ഞങ്ങളെ ദുനിയാവും ആഖിറവും സലാമത്താക്കട്ടെ. ആ പരിശുദ്ധ പരമ്പരയുടെ ബർക്കത്തുകൊണ്ട് അള്ളാഹു ഞങ്ങളെ ഇസ്സത്ത് കാക്കട്ടെ. ആ താങ്ങും തണലും ആ നേതൃത്വവും ഒരുപാട് കാലം അള്ളാഹു ഈ ഉമ്മത്തിന് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കുന്നു.